എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നു. കാരണം എൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും അത്യാസന എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നു. കാരണം എൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും വർക്കിൻ്റെ ആവശ്യത്തിന് കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് ദിയാറിന് ഇവരെ നമുക്ക് എല്ലാവരും കൂടെ കറങ്ങാൻ പോകുന്നതെല്ലാം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എൻ്റെ പറഞ്ഞു നമുക്ക് സജിനയുടെ വീട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് വന്നു. ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എ സി റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDM ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. മുഖമൊക്കെ അപ്പോൾ ഈ ഷൂട്ടിന് മാത്രമേ ഞാൻ അവിടെ നിൽക്കുള്ളൂ. റൂം മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ റൂം താമസിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോട്ടൽ റൂം നിൽക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര കുറച്ച് പ്രശ്നം. ഹോട്ടൽ ബാത്റൂമിലൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് നമുക്ക് ഇതിന് വേണ്ടി എടുത്തിടും. അങ്ങനെ അവരതിൻ്റെ പൈസയും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുന്നു പറയാനും പറ്റുന്നില്ല. എനിക്കറിയില്ല. നോ പറയേണ്ട നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്. ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ നിൽക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്. കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എന്നോട് ചോദ്യം ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേര് പറഞ്ഞ് വെളിയിൽ ഇറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയാൻ അടുത്തെന്ന് പറയുന്നത് സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടത് കുറച്ച് എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദിയാ നീ എന്തോ പറഞ്ഞു. ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബീർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം. എന്നെ ദേവി ഇത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തും ചെവി വെച്ചു ഞാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ കയറി പോകുന്നതും എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് നാളെ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല. കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. ശേഷം പുള്ളിക്കാർക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സജിന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു ദിയാ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക. ഞാനൊരു വർക്ക് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ഇറക്കി വിടാൻ പറ്റാത്തൊരവസ്ഥയായി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ദിയ പറയുന്നുണ്ട്. ഇത് കാരണമാണ് ഞാൻ ജീവിച്ച് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ഇത് കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു ദിയ റേസ് ഞാൻ ദിയ പ്ലീസ് എന്നെ ദേവി ഇതിനകത്ത് പിടിച്ചത് എനിക്ക് വേറെ എന്തോ ഒക്കെയാണ്. പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കണ്ട് ഇതാക്കരുത്. എനിക്ക് പേടിയാതിയാന്ന് പറഞ്ഞു. ഇവൾ എന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മറ്റവളെ ഞാൻ എന്തോ മറ്റേതാകുന്നത് നീ എന്ത് നല്ല കുഞ്ഞ് കാണിക്കാൻ പോകുന്നു നീ എന്തോ അതായത് എന്നെ അങ്ങ് എനിക്കറിയത്തില്ല ഏട്ടാ ഞാൻ എന്തോ ഭയങ്കര കുറ്റക്കാരി പോലെ എന്നെ അങ്ങ് ഭയങ്കര അപ്പം തൊട്ടേ ആളങ്ങ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഉള്ള അഴിമതി എല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടും. അത് കണക്ക് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് റസൂൽ എന്ന് പേര്. അതിനെ പറയുന്നത് പോലെ എന്തും വായിത്തൊന്നും വിളിച്ച് പറയില്ല. റിയലായിട്ടുള്ള കാര്യം അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം. കാരണം അത്രമേൽ സെൻസിറ്റീവായ ഒരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചിലർക്കാരില്ല. ഇപ്പോൾ ഉണ്ടായ ഈ കോളിളക്കത്തിന് പ്രധാന കാരണം സജിന തന്നെയാണ്. സജിനയെക്കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഫിറോസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചതും സജിന തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോയുടെ ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട് സജിനയുടെയും റസൂൽ കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. ഈ പറയുമ്പോഴും ഇത് ഞാൻ ഒരു വിജയമായി കാണുന്നില്ല. ഇതൊരു വിജയപരാജയമല്ല. പക്ഷേ ഇത് പറയാനൊരു അവസരം, അതായത് ഇത് പറയാൻ എന്നെക്കൊണ്ട് ഈ കളത്തിൽ അവർ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ദുഃഖം ഞാൻ പറയില്ല. പൊതുവെ എൻ്റെ ദുഃഖം ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല. എൻ്റെ പേഴ്സണൽ കാര്യം ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ജീവിതാനുഭവം ഫുള്ള് എനിക്ക് പറയേണ്ടി വരുന്ന എൻ്റെ ഈ ഒരു അവസ്ഥ അതൊരു വല്ലാത്ത വൾണറബിൾ ആയിട്ടുള്ള അവസ്ഥയാണ്. ഇന്നലെ വരെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നത് സജിനയായിരുന്നു. എന്നാൽ ഇന്ന് അത് ആകെ മാറി. ഫിറോസിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം അത്രയ്ക്കും തെളിവുകളാണ് ഫിറോസ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനെ പറയുന്നത് പോലെ എന്തും വായിത്തൊന്നും വിളിച്ച് പറയില്ല. റിയലായിട്ടുള്ള കാര്യം അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം. കാരണം അത്രമേൽ സെൻസിറ്റീവായ ഒരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചിലർക്കാരില്ല. അപ്പോൾ അത്ര ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന പൂക്കുട്ടി നമ്മൾ തേച്ചിട്ട് നോക്കുന്നു. അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. പക്ഷേ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ പച്ചക്കള്ള അടിച്ചടി മാറ്റി പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതൽ പിന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നെ വിളിക്കുന്നു. എൻ്റെ ഒരു ഉപകാരം ചെയ്യണം. ഞാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടും അത് കൈവിട്ട് പോയി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിനക്ക് നാണമില്ല ഇങ്ങനെ എന്നോട് പറയാൻ. എനിക്ക് അങ്ങനെ എന്ത് പറയാൻ ചോദിക്കുന്നത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ചാനൽ വന്നിട്ട് പറയണം റസൂൽ കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തെന്ന് പറയണം. ഞാൻ പറഞ്ഞു ഒരിക്കലും പറയില്ല. നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാന പുള്ളി തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജിന വൈകിട്ടായപ്പോഴത്തേക്ക് അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ ലൈവ് ഇടാൻ പോകുന്നു. ഞാൻ സജിന എന്നെ ഇതിലേക്ക് വലിച്ചടിക്കരുത്. ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. നീ ഇതിലേക്ക് എന്നെ വലിച്ചടിക്കരുത് എന്ന് പറഞ്ഞു. സജിന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഫിറോസിക്കാർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിക്ക് അത് സംസാരിച്ചു. സജിനയുടെ ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഞാനും കരുതിയിരുന്നത് ഇതെല്ലാം ഒരു ഗോസിപ്പായിരിക്കും. വെറുതെ മറ്റുള്ള ഓൺലൈൻ മീഡിയാസ് അവരെ കരിവാരി തേക്കുവാൻ വേണ്ടി ഓരോ പടച്ചുവിടുന്നതാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇന്നലെ ഇതിന്റെ സത്യാവസ്ഥ മുഴുവൻ അറിഞ്ഞത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയത്, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ള തീരുമാനം നമ്മൾ ന്യൂസിൽ എടുത്ത് തന്നെ എനിക്ക് നിങ്ങൾ കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ് ഒരു പ്രാവശ്യമുള്ളൂ ഞാൻ ഇക്കാര്യത്തിൽ ബലമായി പേടിച്ച് എനിക്ക് തന്നെ വേണമെന്ന് ബലമായിട്ട് ഞാൻ ഷാദിക്കുള്ള സമയത്ത് ഞാൻ പറഞ്ഞത് ഇതൊന്നും അല്ല. ഇതിന് 2 മാസം മുന്നേ ആണ്.
ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങൾ ഇരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഇനി റസൂലിക്കാൻ ഞാൻ പറ്റേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവർ ചത്താലും കുഴപ്പമില്ല, എനിക്ക് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളുടെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം എന്തോന്ന് റസൂലിക്ക നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ല ഇനി എനിക്ക് പറ്റത്തില്ല, ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ സംസാരിച്ചതിന് ശേഷം അവരെ വിളിച്ചിട്ട് സംസാരിച്ചത് അത് ഞാനല്ലോ മനസ്സിലാക്കുന്ന റസൂൽക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ള ഡയലോഗ് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ സാധനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാദം നമ്മൾ പോയതും അവിടെ നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ ആലോചിക്കുന്നത് ഈ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ പുള്ളിക്കാരുടെ ഉമ്മ തൊട്ടടുത്തുണ്ട്. ഈ ഉമ്മയുടെ മുന്നിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് വലിയ അഭിമാനത്തോടെ സംസാരിക്കുന്ന പോലെയുണ്ട്. എത്ര മോശമായ കാര്യമാണ് ഈ സംസാരിക്കുന്നത്. അന്യ പുരുഷന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ വേണ്ടി പോയ കഥയാണ് സ്വന്തം ഉമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു പ്രോമയിൽ പോയത് ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മനസ്സിലാക്കി വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത് വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ല ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഈ വോയിസ് റെക്കോർഡ് എല്ലാം ഒന്ന് കേട്ട് നോക്കിക്കേ, എങ്ങനെയാണ് സ്വന്തം ഭർത്താവായ ഫിറോസിന് ഇതെല്ലാം സഹിക്കാൻ കഴിയും. ആ മനുഷ്യനെ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഇവർ രണ്ടുപേർക്കും തുല്യമായ പങ്കുണ്ട്. ഇതെല്ലാം കേട്ടിട്ടുള്ള പുള്ളിക്കാരന്റെ മാനസികാവസ്ഥ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അതാണ് ഏറ്റവും ഞാൻ പറഞ്ഞത്, ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും നല്ലത്. കൊച്ചുങ്ങളെ ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജിന? ആണ് ഞാൻ വിടട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുന്നു എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുക, നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോയി. ഫിറോസിനോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ? നാളെ ഇനി ഇതെല്ലാം AI ആണെന്ന് പറഞ്ഞ് വരാതിരുന്നാൽ മതി. കാരണം ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് വാൺ ചെയ്യുന്നു. അങ്ങനെ ഇവനെ എനിക്ക് കണ്ടു കിട്ടുന്ന ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനോട് വരുമ്പോഴാണ് ഞാൻ സ്റ്റേജിൽ അന്ന് ഫ്രണ്ട് നിലയിൽ സജിന ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനോട് വരുന്ന പറഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. അപ്പോഴത്തേക്ക് സജിനെ ഞാനോട്ടൊക്കെ ഓൾമോസ്റ്റ് അല്ല ഈ അടുത്തേക്കല്ലേ ഓൾറെഡി പിരിഞ്ഞ് തന്നെ നിൽക്കണം. പക്ഷേ ഇവൻ ഇത്ര ഡാമേജ് ചെയ്തിട്ട് എത്ര വർഷം ഞാൻ വിളിച്ച് പറഞ്ഞാൽ വീട്ടിൽ പോയി എല്ലാ പ്രോസസ്സുകളും ഒന്നോട്ടേ 4 വർഷം നടന്നുകൊണ്ടിരുന്നതായിരുന്നു. ഞാൻ അടുത്ത് എന്ന് പറഞ്ഞു, അതിനകത്ത് കയറി ഞാൻ അടുത്ത് പറഞ്ഞു, നീ എനിക്കിട്ടും പണി തന്നിട്ട് ഞാൻ പറ്റാണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ തോന്നൽ, നീ എന്തായാലും കുടുംബത്തിൽ സുഖമായിട്ട് ജീവിക്കില്ലേ, അത് നാളെ ഒരിക്കലും എല്ലാം കണ്ടുകൊണ്ട് മേലൊരാളുണ്ട്, അയാൾ ഉറപ്പായിട്ട് നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇവർ തന്നെയാണ്. അതൊരു പക്ഷേ ദൈവം അങ്ങനെ ആക്കിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരിക്കും. അതുപോലെ തന്നെ ഈ റസൂലിൻ്റെ ഇൻഫ്ലുവൻസ് ചെറിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, അത് എല്ലാ മേഖലയിലും അവന് പണമുണ്ട്, പൊളിറ്റിക്സിൽ പരിപാടിയുണ്ട്, പോലീസുകാരുമായിട്ട് ബന്ധമുണ്ട്. ഈ ഓഡിയോ ഒന്ന് കേൾക്കുക. റസൂൽ പൂക്കുട്ടിയും സജിനാടുമായും സജിനയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് കഴിയില്ല ഫിറോസിനെതിരെ. ഒന്ന് പോയി കഴിഞ്ഞാൽ സജിന നീ ഇതുണ്ടോ എന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പൊ നീ ഇത് തെളിവെല്ലാം കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതായപ്പോൾ വീണ്ടും നിങ്ങൾ ഒന്നാണോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മി സജിനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആണാണ് പറ. ഉമ്മിക്ക് എന്ത് തോന്നുന്നുണ്ട് ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ചെയ്യാൻ ഞാൻ പറയത്തില്ല, നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ്. ഒരാൾ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷേ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ 3ാമത്തെ സംഭവം ഉണ്ടാക്കില്ലായിരുന്നു. ഞാനുള്ള പ്രിക്കോഷൻ എടുത്തന്നെ. എന്താണ് എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവ്വം ഞാൻ പറയാം, എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഉണ്ടാക്കി. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പഴേ പ്രിക്കോഷൻ എടുത്തില്ലേ, ഞാൻ അപ്പഴേ മാറിയിരിക്കില്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിയല്ല. അതിനൊരു അവസരം ഇവളും പിന്നെ അമ്മനെ ചെറിയ ചെറുക്കാൻ കഴിയാറ് കഴിഞ്ഞ അറിയിച്ചു വിട്ടാലും ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നവരെ വന്നതും പോയതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ളത് ഓരോരുത്തർ തമ്മിൽ ദേഷ്യം വന്നു ഒറ്റ അടിക്ക് എന്തോ. ഹലോ, ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണുള്ളത്. ഓക്കെ, പ്രഗ്നൻസി പോയി എന്നുള്ള കാര്യം അവർക്കറിയാം. അന്നമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 2ാമതുള്ള പ്രഗ്നൻസി അത് സത്യമല്ല, നീ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാത്തിന്റെയും കൊമ്പൊടുങ്ങി.
ലോകത്ത് ഒരു ഭർത്താവിനും ഈയൊരു അവസ്ഥ വരരുത് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഫിറോസിന്റെ മുഖമൊന്ന് നോക്കിക്കേ. പുള്ളിക്കാരന് സജനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ സജന ഇതുപോലൊരു തേപ്പ് നൽകുമെന്ന് പുള്ളിക്കാരൻ പോലും കരുതി കാണില്ല. സജനയുടെ മുമ്പെയുള്ള വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഫിറോസാണ് കോഴി, ഫിറോസാണ് ഇതിനെല്ലാം കാരണക്കാരൻ, സജന ഫിറോസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നൊക്കെയായിരുന്നു പല ആളുകളും പറഞ്ഞിരുന്നത്. എന്നാൽ സത്യം അതൊന്നുമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണെന്നൊന്ന് നോക്കിക്കേ. ഭാര്യയുടെ അവിഹിതവും അതിലെ ഗർഭവുമെല്ലാം കേട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നിങ്ങളെ കുഞ്ഞ് രണ്ടാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്ത് നിങ്ങളുടെ ഞാനത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ള സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനത്ത് ബലമായി പേടിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല. ഇതിന് ഷാദിത്ത ഉള്ള സമയത്തെന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫാണ് ഷാദി. ഈ ഷാദിത്ത ഉള്ള സമയത്താണ് ബലമായിട്ട് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. അല്ല പറയുന്നുണ്ടല്ലോ ആണല്ലോ പറഞ്ഞ അച്ഛനടുത്ത് അങ്ങനെ തന്നെയാണല്ലോ ഞാൻ കള്ളത്തനം പറയുന്നുണ്ട്. ഇനി റസൂലിക്കാൻ ഞാൻ ഒരു കാര്യം പറ്റേ. എനിക്ക് നിങ്ങളെ ഭാര്യയുടെ ഇത്രയും ദിവസവും ഞാൻ പറഞ്ഞ കണക്ക് ഷാദിത്തയുടെ കാര്യത്തിൽ ഞാനിട്ട് ഇങ്ങനെ പറയുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. അത് അന്നമ്മയ്ക്കും അറിയാം, ദിയയ്ക്ക് അറിയാം, അച്ഛനും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവർ സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി എന്ന്. പൈസ മതിയായിരുന്നെങ്കിൽ ഇവർക്കും അറിയാം നല്ല നിങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇവർക്കറിയാം. കാരണം വെള്ള പൂശാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മറ്റവരെ കേൾപ്പിക്കാൻ വേണ്ടി, കൂട്ടുകാരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവൾ ഓൾറെഡി പറഞ്ഞ റെക്കോർഡുകളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഞാനത് പറഞ്ഞു നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോകാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ എടുത്തും ഈ പറഞ്ഞ എടുത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവരാരും ഇവിടെ അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ സത്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞില്ല, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. കാരണം ആ ഒരു ലേഡിക്ക് വയ്യാട്ടിരിക്കുന്നു, അവർക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് പലതും എനിക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അന്നമ്മയും അന്ന് തൊട്ട് എൻ്റെ ഉമ്മയെടുത്താലും എൻ്റെ അടുത്ത് പറയുന്നത് റസൂലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞങ്ങളുടെ അടുത്ത് പറയുന്നത് വേറെ, നിന്റെ അടുത്ത് പറയുന്നത് വേറെ, ഞങ്ങളുടെ മോളെ നീ വിശ്വസിക്കല്ലേ, ഞങ്ങൾ റസൂലിക്കാനെ അളന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അന്നമ്മ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പം എന്നെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് പറയുന്നത് ഞാൻ രണ്ടാമതും പ്രഗ്നന്റ് ആണെന്നുള്ളത് തെളിയിച്ചത് ചുമ്മാതെയാണെന്നുള്ളത്. ഞാൻ അവൾ എന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. അപ്പം ഞാൻ അവിടെ ആരായി? ഞാൻ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇനി അതൊന്നും ഇക്കാടന്റെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥകൾ വന്നതും ഇതെല്ലാം നിങ്ങളെ ഓവർ കുബുദ്ധി, നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ആണല്ലോ പറയേണ്ട വന്ന് മറച്ചോക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്. എനിക്ക് എന്റെ ഫ്രണ്ട്സിന് വേണം. എനിക്കിപ്പോൾ അവരില്ലെങ്കിൽ ലൈഫിൽ എന്നെ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇത്രയും ശത്രുക്കളാക്കിയത് റസൂലിക്കാണ് എന്നുള്ളത് ഇപ്പൊ എനിക്ക് ബോധ്യമായി. അയാളെ കുബുദ്ധി പറഞ്ഞോ കുബുദ്ധി പറഞ്ഞോ. എനിക്കിപ്പം എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യാനുള്ള തന്നെയാണ് റസൂൽക്ക. കാരണം ഇനി ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പൊട്ടിയായിക്കൊണ്ടിരിക്കും, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയായിക്കൊണ്ടിരിക്കും, ഞാൻ മൊത്തത്തിൽ ചീത്തയായിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഇപ്പോഴും നിങ്ങളുടെ വാക്കാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ നിമിഷം വരെ ഞാൻ നിങ്ങളുടെ വാക്കാണ് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഡബിൾ എന്നല്ല ട്രിപ്പിൾ എന്നല്ല നിങ്ങൾ കളിക്കുന്ന ഗെയിം എൻ്റെ അടുത്ത് മറ്റേ മൂപ്പൻ വരെ എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞതാ നിങ്ങൾ വിചാരിക്കുന്ന കല്ല റസൂൽക്ക. കുറെ പെണ്ണുങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് മൂപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ എന്നിട്ടും ഞാൻ നിങ്ങളല്ല എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളല്ല നിങ്ങളെ തന്നെ അത് മൂപ്പൻ ഇട്ടോളൂ. അത് നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇട്ടേക്ക്. അത് എനിക്ക് വിഷയമല്ലല്ലോ. കാരണം നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കാലം തെളിയിക്കും, അത് വെളിയിൽ വരും. ഇപ്പം കാലം ഓരോ തെളിയിപ്പിച്ചോണ്ടിരിക്കില്ലേ. നിങ്ങളെ വായിന്ന് തന്നെ ഞാൻ അറിഞ്ഞു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണുള്ള പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനെ എന്നെ അതിന് ഒരുക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു റീൽ ഇട്ടാലും ഞാൻ എന്തെങ്കിലും ഒരു സാധനം വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആവണം അല്ലേ? അതാണല്ലോ റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനിയിപ്പോൾ എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്ര അതായത് റസൂൽ പൂക്കുട്ടിയുടെ ലീഗലിയുള്ള വൈഫ് അതാണ് ഷാദി. ആ ഷാദിയത്തടുത്ത് അവിഹിതത്തിലുണ്ടായ കുഞ്ഞിൻ്റെ കാര്യം പറയണമെന്ന് അവർക്കൊന്നാമതേ ക്യാൻസറായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. അതൊക്കെ പറഞ്ഞാൽ അവർ എന്താണല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം 2 കുടുംബം തകരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റിസോപ്പക്കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങൾ. ഇക്ക തന്നെയാണ് എന്നെ പ്രകടിപ്പിച്ച് എന്നെ കൊണ്ട് അല്ല എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കോലത്തിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നേനെ. നിങ്ങൾ അത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നിങ്ങൾ ഗെയിം കളിച്ചിരിക്കുക. എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒന്നും പറയാനില്ല. നീ സ്വയം ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്തല്ലെങ്കിൽ ഞാൻ അച്ഛനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ഛനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ, അവർ മനസ്സിലാക്കണമല്ലോ. ഇതിനകത്ത് ഇങ്ങനെ A to Z ആയതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാണ്. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പൊ പേടിയാണ്. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് പേടിയാണ്. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പോ പേടിയാണ്. എന്റെ ഫ്രണ്ട്സിനെ തന്നെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്സിനെ വിളിച്ച് തന്നെയാണല്ലോ നിങ്ങൾ എനിക്കിട്ട് എതിരായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. അവളിപ്പോൾ ഏറ്റവും വൾണറബിൾ ആയിട്ട് സമയമാണ്. അവൾ ഒറ്റയ്ക്കുള്ളൂ. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ. അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ. അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട് ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എന്റെ ലൈവ് വരേണ്ട ഗതിയോട് വന്നത്. ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് നേരത്തെ പറഞ്ഞു നിങ്ങൾ. സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിനെല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. മറ്റേ കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണോ അന്നേരം? ഇപ്പൊ കുറച്ച് മിനിറ്റ് മറ്റു പറഞ്ഞല്ലോ നിങ്ങൾ. അത് സജിന നിർബന്ധിച്ചു ഉമ്മ. ഞാൻ സജിനയുടെ ഉമ്മ ഞാൻ പറയുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്. നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്. അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ. അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പേടി ആ കുഞ്ഞ് മാത്രം. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് നോ പറയണ്ടല്ലോ. എല്ലാവരും നിന്ന് സംസാരിച്ചു അത് അവിടെ നിന്ന് സംസാരിച്ചു. നമ്മളെല്ലാം ഓക്കെ ആയതിനു ശേഷമാണല്ലോ ആ സംസാരം. ഫിറോസ് പറഞ്ഞല്ലോ ഞാനിപ്പോ എന്റെ മെസ്സേജ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ അതായത് ഈ കുഞ്ഞ് അന്നമ്മ പറഞ്ഞ കണക്ക് ഇനി ഇത് നിങ്ങളതാണോ എന്നുള്ള ഡൗട്ട് തോന്നുന്നു. അതിനുള്ള റിസൾട്ട് ഞാൻ അത് എടുത്തു തരാം. അതും വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് നാളെ നിങ്ങൾ അതും പറയും. അതും പറയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിന്നോട് വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ്, ഒരു രണ്ട് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത അത് നീ കാണിച്ചിട്ടില്ല. എന്ത് കാണിച്ചിട്ടില്ല? നിങ്ങൾ സ്നേഹത്തോടല്ലേ എൻ്റെ കൂടെ വന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ അല്ലല്ല നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ആദ്യം ഒന്നാബൂട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്നേ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാ. എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ അല്ല തന്നത്, അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളതിന് പീഡിപ്പിച്ചു ഉള്ള അഴിമതി എല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടും. അത് കണക്ക് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് റസൂൽ എന്ന പേര്. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം സംസാരിക്കാൻ നിൻ്റെ സാധനം എടുത്ത് എൻ്റെ ലോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഉമ്മ എടുത്ത് വെച്ച് എങ്ങനെ തോന്നുന്നു ഇവർക്കിത് പറയാം. സത്യം, ഫിറോസ് ചോദ്യം തന്നെയായിരുന്നു എനിക്കും ചോദിക്കാനുണ്ടായിരുന്നത്. സ്വന്തം ഉമ്മയെ അടുത്തിരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? സജിനയ്ക്ക് അപാര തൊലിക്കട്ടി തന്നെ. പിടിച്ച സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് അവിടെ കൊണ്ട് ഇപ്പം എൻ്റെ ഉമ്മേട് പറഞ്ഞല്ലോ. നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗും അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോൾ നിങ്ങൾ പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി അതിൻ്റെ കാര്യം പറയട്ടെ.
ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തേന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. വീട്ടുകാർ ചോദിച്ചപ്പോൾ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ടേ എന്റെ ഉമ്മ അതിന് സാക്ഷ്യം. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മയുടെ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ അന്നമയുടെ സംസാരിച്ചത് പറഞ്ഞത് ശരിയാണ്, നല്ല കാര്യം. അത് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ, പോർട്രേ ചെയ്ത് എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ എന്റെ ഇപ്പൊ ചിത്രീ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണ് ചിത്രീകരിക്കാൻ ശ്രമമാണല്ലോ. അപ്പൊ അതാണ് ഈ പറഞ്ഞ ആണോ ആണോ ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായ്പ ഡയലോഗ് അടിക്കില്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായ്പ ഡയലോഗ് അടിച്ചു എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കില്ലേ റസൂൽക്ക? എന്റെ കൂടെ നിൽക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. അവൾ ഞാൻ കോൺഫിഡൻസ് തരാം. നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കും, അവളെ പോയി വാക്കുകൾ അവൾ ശരി അവൾ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാതെ എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്. അച്ഛനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, അന്നമ്മ നിങ്ങൾക്ക് കണ്ണെടുത്താൻ കൂടെ അന്നമ്മ വിട്ടേക്ക്, അന്നമ്മയുടെ കാര്യം വിട്ടേക്ക്, അന്നമ്മ നിങ്ങൾക്ക് കണ്ണെടുത്താൻ കൂടെ അന്നമ്മ വിട്ടേക്ക്. പക്ഷെ അച്ഛായെന്റെ അടുത്തും ബി എ നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ബിയെയും കോൺഫറൻസ് ഉള്ളപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത്. ചോദിച്ചു ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറയുമ്പോഴേക്കും അവളെ വിക്ടിമൈസ് ചെയ്യാൻ നിങ്ങൾ കൂട്ടിനിൽക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞു. ഇനിയിപ്പം നിങ്ങൾ അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരി എന്നാ. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഓഡിയോ ആണ് ശരിക്കും ഞാൻ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ ആണ് സജന അത്രയും വലിയ മാനിപ്പുലേറ്റഡ് സ്റ്റോറി എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത്. ഒന്ന്, ആ പുള്ളിയുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത്, പുള്ളിയെ സേഫായിട്ട് നിർത്തുക എന്നുള്ളത്. രണ്ടെന്ന് പറഞ്ഞത് ഈ ഓഡിയോ എനിക്ക് കിട്ടുമ്പോൾ ഈ ഓഡിയോ ഞാൻ സജനയ്ക്ക് തന്നെ സജനയുടെ ഉമ്മയുടെ മൊബൈലിലേക്ക് തന്നെ അയച്ചു. കാരണം ഞാൻ ഷോക്കായി പോയ കാര്യം അവർ ഉമ്മായി കൂടി ഇതിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഉമ്മായി കൂടെ കൂട്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം അവരെ കുറ്റപ്പെടാത്ത കാര്യമില്ല, ഇവള് ആരെയും ട്രാക്കിലാക്കും. കാരണം അവളുടെ ആ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ അവർക്കും അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് മോളല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു പക്ഷേ ആയിരിക്കാം അത്. ഞാൻ ഇനിയിപ്പം കലയിലോട്ടൊന്നും തിരിച്ചിറങ്ങുന്നില്ല. കാരണം എൻ്റെ മാനസികാവസ്ഥ വേറെ രീതിയിലാണ്. ഇനി ഒരു കലയിലോട്ട് എനിക്ക് ഇറങ്ങാനുള്ള മാനസികാവസ്ഥ. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുവാണ്. എന്നാണ് എനിക്ക് ഇങ്ങനെ അനുഭവം? ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കണം. എൻ്റെ പൊന്നോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയാന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇതിന്റെ കുറെ കാലല്ലല്ലേ. അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല, എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ എന്നെ അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല. ഇത് വെച്ചിട്ട് റസൂൽ പൂക്കുട്ടി സജന അറിയാതെ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അത് ഈ കൂട്ടുകാരുമായിട്ടുള്ള കോൺവെർസേഷൻ എൻ്റെ ഉണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. കോൺവെർസേഷൻ എൻ്റെ ഉണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഈ തിരിച്ചിൽ എന്നോട് പൈസ ഡിമാൻഡ് ചെയ്ത് കേസ് ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഫിറ്റ്നസ് ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ വരണം. അല്ല, പൈസ വാങ്ങാൻ ഞാൻ പോയി ഡിമാൻഡ് ചെയ്യും, ഞാൻ പൈസ വാങ്ങാൻ പോവാണ് എന്നൊരു പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് ഞാൻ പറയട്ടെ, എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ടോക്സിക്കിന്റെ ഹൈ സ്റ്റേറ്റിലാണ്. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് സംസാരിക്കുന്ന വൈഫിനോട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു. എനിക്കിനി അതിനകത്ത് ബാഡ് ബ്ലഡ് വേണ്ട. ഈ വിഷയം പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ സജനെ വിളിച്ചു. അതായത് ഒരിക്കലും ഇവിടെ ഇത്രയും ക്രിമിനലാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ കള്ളം പറയാൻ പറ്റും ഒരു മനുഷ്യന് സമൂഹത്തോട്. അത് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലാണ്. അതായത് വീടിൻ്റെ കാര്യം ആയിക്കോട്ടെ, ബൈക്കിൻ്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഓക്സോ ആയിക്കോട്ടെ, പ്രണയത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ഒരാൾക്കും ലോകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കല്ല് വെച്ച് നോണമെന്ന് എന്തൊരു തന്മയത്തോടെ ഇത്ര നല്ല അഭിനേത്രിയാണ് നമ്മുടെ ജീവിതത്തിൽ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നാം തരം കേട്ടോ. അങ്ങനെ അവൾ വന്നത് പറയുമ്പോൾ ഞാൻ ശരിക്കും അപ്സെറ്റ് ആയിപ്പോയി. കാരണം ചെറിയ കാര്യമല്ലല്ലോ, ഈ കുഞ്ഞിനെ ബാധിക്കില്ല. കുഞ്ഞിൻ്റെ തന്ത്ര ഇങ്ങനെയുള്ളതാണെന്നുള്ളത് കള്ളക്കഥയിൽ കൂടിയാലും ജനം വിശ്വസിക്കത്തില്ലേ. ഞാൻ ഉടനെ സജനെ വിളിക്കുകയാണ്. ഈ വിളിക്കുമ്പോൾ ഉള്ള രസമെന്ന് പറയുന്നത് നമ്മൾ അപ്സെറ്റ് ആയിട്ടാണ് വിളിക്കുന്നത്, മൈൻഡ് ഔട്ടായി എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് അവൾ ഓരോ പുതിയ കഥ ഈ മറ്റേ പിള്ളേരെയും അവരെയൊക്കെ വിളിച്ചാണ് കടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. അതായത് നിങ്ങൾ അതായത് ഞാനൊരു കാര്യം ചെയ്തു അങ്ങോട്ട് പറയുന്ന കേട്ടില്ല, നമ്മളതങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ അപ്സെറ്റായി നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പം ഓരോ കഥ നമ്മളെന്ന് അത് റെക്കോർഡ് ചെയ്യുന്നു. ഒന്ന് ആലോചിക്കണം, ഒരാൾ ഇത്രയും വലിയ അലിഗേഷൻ ഇട്ടിട്ട് അയാൾ തകർന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പുതിയ കഥകൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നു.
അവിടെ തർക്കമാണ്. ഞാനന്നേരം പറയുന്നുണ്ട്, സജന ഈ വീഡിയോ നിന്നെക്കുറിച്ച് എവിടെയും തെറ്റ് പറഞ്ഞിട്ടില്ല, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഞാനും വേണമെങ്കിൽ ഈ റസൂൽ പൂക്കുട്ടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, റസൂലിനെ ഞാൻ ഇൻഡയറക്റ്റായിട്ടാണ് പറഞ്ഞത്, എങ്കിലും ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. അത് മനസ്സിലാക്കണം. ഞാൻ അവളുടെ ജീവിതത്തിൽ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും ഞാൻ തല്ലിയിട്ടില്ല. അപ്പോൾ പലരും പറയും ഞാൻ തല്ല് കൊടുത്തതിന് രക്ഷപ്പെട്ടേനെ, ഒരിക്കലും ഇല്ല. അത് പറയുന്നവർക്ക് പറയാം അവളിന് എത്ര തല്ലിയാലൊന്നും രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ തല്ലുന്നതല്ല എൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല. എന്നിട്ടാണ് അവൾ പറയുന്നത് അവൾ മേക്കപ്പ് ഇടുന്നത് ഞാൻ തല്ലിയെന്ന് മറയ്ക്കാനാണെന്ന്.